ഗവൺമെന്റ് ഇതിന് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കിയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ പ്രയാസമാണ്. നീ എവിടെ ആയാലും കിട്ടാനില്ല, വോട്ട് പോകണില്ല, വോട്ട് ഒക്കണില്ല പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ തള്ളി പിടിച്ച്, കാരണം വില കൂടിയതുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും വയ്യ. അപ്പൊ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാ സാധനങ്ങൾക്കും വിലയാണ്. എന്ത് സാധനം വാങ്ങിച്ചാൽ ഏതൊരു നിസ്സാരപ്പെട്ട ഒരു പൊട്ടാസ്യം നിറഞ്ഞ സാധനത്തിന് ഒരു ചാക്ക് കിട്ടണമെങ്കിൽ 1800 രൂപ കൊടുക്കണം. എല്ലാ സാധനങ്ങൾക്കും വിലയാണ്. ഇവിടെ കുട്ടികൾ അത്യാവശ്യമുള്ള നോട്ട് ബുക്ക്, പേന. കഴിഞ്ഞ ഞാൻ തുടങ്ങുന്ന സമയത്ത് ഒരു പേന വിറ്റിരുന്ന 5 റുപ്യൻ്റെ, ഇപ്പം ആ പേനയ്ക്ക് 7 റുപ്യാണ്. അങ്ങനെ എല്ലാ മേഖലയിലും വില കൂടുതലാണ്. കച്ചവടം അന്നത്തേനേക്കാളും ഇന്ന് കുറവാണ്. ഞാനൊരു 10-13 വർഷമായി സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ ടൈമിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾക്ക് വില കുറവായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നൂല് വാങ്ങുന്ന സമയത്ത് 2 രൂപയാണ്. ഈ ടൈമിൽ ഇപ്പോൾ ഇതിന് 5 രൂപ 6 രൂപ കൊടുക്കണം. ഗവൺമെൻറ് ഇതിന് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കിയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ പ്രയാസമാണ്. നീ കച്ചവടം ചെയ്ത് 25 കൊല്ലായി, 26 കൊല്ലായി. 10 കൊല്ലം മുമ്പ് 60 റുപ്യ, 70 റുപ്യ, 100 റുപ്യക്ക് നല്ല മുതലിന് 100 റുപ്യ ഉണ്ടായിരുന്നു. നീ എവിടെ ആയാലും കിട്ടാനില്ല, വോട്ട് പോകണില്ല, വോട്ട് ഒക്കണില്ല. ഒന്നാമത് നമ്മൾ ലിവിങ് കോസ്റ്റ് കൂടി, മെഡിസിൻ ആയാലും ശരി, മറ്റുള്ള നിത്യോപയോഗ സാധനങ്ങളായാലും ശരി. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ തള്ളി പിടിച്ച്, കാരണം വില കൂടിയതുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും വയ്യ. അപ്പൊ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. 10 വർഷത്തിനെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് വല്ലാതെ ചാർജ് ഈടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താ വെച്ചാൽ റെഡിമെയ്ഡ് കുറഞ്ഞ റേറ്റിന് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് ചാർജ് കൂട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ സാധാരണ പട്ടിണിയിലാവുകയാണ്. ഞാൻ ഈ കടക്കാരനാണ്. കട തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 വർഷമായി. അപ്പോൾ നിത്യോപയോഗ സാധനങ്ങളൊക്കെ ഡെയിലി വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധനം വാങ്ങേണ്ട കടക്കാരനും വാങ്ങേണ്ട കസ്റ്റമർക്കും അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒന്നും കിട്ടാത്തൊരു കാലഘട്ടമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സാധനങ്ങൾക്കും വിലയാണ്. എന്ത് സാധനം വാങ്ങിച്ചാൽ ഏതൊരു നിസ്സാരപ്പെട്ട ഒരു പൊട്ടാസ്യം നിറഞ്ഞ സാധനത്തിന് ഒരു ചാക്ക് കിട്ടണമെങ്കിൽ 1800 രൂപ കൊടുക്കണം. നികുതി വർദ്ധിപ്പിച്ചു, വിലക്കയറ്റം കൂടി. ഇനി ആളുകൾ ചാൻസിന് കാത്തിരിക്കുകയാണ്. UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ആളുകൾ ചാൻസിന് കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവിടെ ജനങ്ങൾ പൊരുതിമുട്ടിയിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് UDF അധികാരത്തിൽ വന്നുകൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കണം. അതിന് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും UDFന് വോട്ട് ചെയ്തുകൊണ്ട് വിജയിപ്പിക്കണം. അതാണ് ഞങ്ങളൊരു അഭിപ്രായം.